എന്നിട്ട് ഇവര് നമ്മളെ കൊണ്ട് ഇന്ന മാറ്റർ പറയണം എന്ന് ഭീഷണിപ്പെടുത്തി ദുനിയാവ് ആഹുറും പറഞ്ഞ് പറയിപ്പിച്ചിട്ട് ഈ അത് പറഞ്ഞതല്ലേ എന്ന് ഇപ്പൊ പറയണ കോലം എങ്ങനെ ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് നേരെ കൊണ്ടുപോകുന്നത് സംഘടനയുടെ തടവറയിലേക്കാണ്. അന്ന് പിന്നെ എന്നെ വിട്ടില്ല, പറയാനുള്ളതൊക്കെ പറയിപ്പിച്ച് എല്ലാ രൂപത്തിലും മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച് എന്നോട് പറഞ്ഞു, ഇനി വീട്ടിലേക്കൊന്നും പോകാൻ പറ്റൂല, ഞങ്ങളെ കസ്റ്റഡിയിൽ ജീവിക്കണം, ഏണ്ടും പോണ്ടെന്ന് പറഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റാത്ത സന്ദർഭമല്ലേ. ഇവരുടെ ഒരു സ്ഥാപനത്തിലെ അകത്തളത്തിലെ ഒരു ജയിലെന്ന് പറയാം, പുറത്തേക്കുള്ള ജനവാതിൽ പോലുമില്ല, അങ്ങനെയുള്ള റൂമിലേക്കാ പിന്നെ എന്നെ കൊണ്ടുപോകുന്നത്. ഈ സംഘടനക്ക് ജയിലുണ്ട് ഇവിടെ, നിങ്ങൾ മനസ്സിലാക്കണം. വലിയ വലിയ കോജാക്കന്മാരല്ലേ. ആ ജയിൽ തടവറയിലിട്ട് നമ്മളെ നശിപ്പിക്കാമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ മശായിഖന്മാരിടപെട്ടതുകൊണ്ട് ഇവരെ ജയിലറകളിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കപ്പെട്ട് നമ്മൾ ഇവരെ നമ്മുടെ തടവറയിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ആദർശപരമായ തടവറയാണ്. ബൽക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ജയിലും നിയമങ്ങളും സംഘടനയും. നേരെ കൊണ്ടുപോയി ഏകദേശം ഒരു സുബീൻ്റെ ടൈമിലാണ് ഞാൻ അവിടെ എത്തുന്നത്. അതിൻ്റെ മേധാവിയെ വിളിച്ചു പറഞ്ഞു, ഇയാളെ ഈ റൂമിലിടണം, പുറത്തു പോകാൻ പാടില്ല, ആർക്കും ഫോണൊക്കെ വീണ്ടും പിടിക്കണം എന്നായി, വിളിക്കാൻ പാടില്ല, ഭക്ഷണം ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ റൂമിൽ തരും, അത് തിന്നോളണം. എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടിയ സംഭവം. തൊട്ടടുത്താണ് പള്ളി, ജമാഅത്തിന് പോകാൻ പാടില്ല, ഇവിടെയുള്ള മുത്തഅല്ലിമീങ്ങളുമായി സംസാരിക്കാൻ പാടില്ല, ഈ റൂമിൽ ഒതുങ്ങി കഴിഞ്ഞോളണം. വണ്ടി വരെ ഓരോരുത്തർ പിടിച്ചോണ്ട്. ഏകദേശം 3 മാസം ഞാൻ ആ ഇദ്ദയിൽ ഇരുന്നിട്ടുണ്ടാകും. 3 മാസക്കാലം പുറത്തിറങ്ങാത്ത കാലം, വീട്ടിലേക്ക് പോകാത്ത കാലം. അതിനു മുമ്പൊരു മസ്ലഹത്ത് കാലത്ത് വേറൊരു ശ്രമം നടത്തിയിരുന്നു. ഒരു ദിവസം സുലൈമാൻ ഉസ്താദ് വിളിച്ചു പറയാണ്, മോനെ ഒന്ന് അടിയന്തരമായിട്ട് വരണം. എന്തിനാ വരേണ്ടത്? AP ഉസ്താദിനെന്തോ എന്നോട് പറയാണ്ട്, മൂപ്പര് എയർപോർട്ടിനടുത്തവർ പിന്നെ ടൂറിസ്റ്റ് ഹോമിൽ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ വലിയ സന്തോഷത്തിൽ പോയി നോക്കി. അത് വലിയ മസ്ലഹത്ത് കഴിഞ്ഞ ഉടനെ കേട്ടോ, ഹൈദരയിൽ തങ്ങളെ കാണുന്നതിന് മുമ്പാ. അപ്പം എന്നോട് ആ ഹോട്ടലിൽ വെച്ച് എന്നോട് മൂപ്പര് പറയാണ്, AP അബൂബക്കർ പറയാണ്, ഇവിടെ ആകെ പ്രശ്നമായിട്ടുണ്ട്, ഈ കേരളത്തിൽ നിന്നാൽ തന്നെ പ്രശ്നമാണ്, അതുകൊണ്ട് തൽക്കാലം ഗോവയിലേക്കോ UP-യിലേക്കോ കൽക്കത്തയിലേക്കോ ഈ ഒരു 6 മാസത്തിന് പോയിക്കോ, അവിടെയുള്ള എല്ലാ സംഭവവും ഹക്കീം അസ്ഹരി ശരിയാക്കിയിട്ടുണ്ട്, നമ്മളതായി. ഞാൻ പറഞ്ഞ് എനിക്കതിന് ഭാഷ ഒന്നും അറിഞ്ഞു, അതൊന്നും പ്രശ്നമല്ല, അതൊക്കെ ഹക്കീം അതിനുള്ള വഴി കാടുണ്ടാക്കിയിട്ട് എന്തായാലും പോയിക്കോന്ന് പറഞ്ഞു. അപ്പം നാട് കടത്താനുള്ള പരിപാടിയാണ്, നാട് കടത്താനുള്ള പരിപാടിയാണ്. വൈലത്തൂർ തങ്ങൾ അന്ന് എന്നോട് ചോദിച്ചു എന്താ ഓൻ പറഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞു നാട് കടത്താനാണ്, ഓനാട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നാട് കടത്താൻ നോക്ക് നിങ്ങൾ, ഈ തടവറയിലിട്ട് നമ്മളെ ശിക്ഷിക്കാൻ ഈ ശ്രമങ്ങളൊക്കെ അവർ നടത്തി. ഇവരായിട്ട് കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി അവർ എഴുതിയ മാറ്റർ പറയിപ്പിച്ചതാണത്. എന്നിട്ട് ഇവർ മനസ്സിലാക്കിയൊരു പോയിന്റ് ഉണ്ടായിരുന്നു, 2 പക്ഷത്തും നിൽക്കാൻ പാടില്ല. EK വിഭാഗത്തിൽ ഉണ്ടാകാൻ പാടില്ല, AP വിഭാഗത്തിൽ ഉണ്ടാകാൻ പാടില്ല, നമ്മൾ നശിച്ചു പോകണം, എവിടെയും ജോലി ചെയ്യരുത്, കുടുംബം വരെ തെറ്റിച്ച്. അത് കഴിഞ്ഞു എന്നോലൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞതാ. എല്ലാം പൂർത്തിയായപ്പോൾ ശൈഖുന എന്നോട് പറഞ്ഞു, റമദാൻ 29-ന് ജാവിയയിൽ അന്ന് പരിപാടി ഉണ്ട്, ഈ ഇങ്ങോട്ട് പോരും, ഇനി അമ്മക്ക് ഇവിടുന്ന് തുടങ്ങാമെന്ന് പറഞ്ഞു. അന്ന് ശൈഖുന അയച്ച മെസ്സേജുകൾ ഞാൻ എന്നും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇവരെ തടവറയിൽ കഴിയുന്ന ആദ്യത്തെ ദിവസം ശൈഖുന അയച്ചൊരു മെസ്സേജ് ഉണ്ട്, ഇപ്പോൾ നിങ്ങൾ അവിടെ ക്ഷമിച്ചു നിന്നോളൂ, ഇനി വരാനുള്ളത് നിങ്ങളുടെ കാലമാണ്. ആ ഒറ്റ വാക്കിലാട്ടോ ഞാൻ ഇരുന്ന്, അല്ലെങ്കിൽ വല്ല തടവറ തട്ടിപ്പൊളിച്ച് ഞാൻ പോകുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടൊരു സംഭവം എന്താ അറിയോ,
സുലൈമാൻ ഉസ്താദുമായി ബന്ധപ്പെട്ട് മൂപ്പർക്കൊരു വിഷമം വരണ്ട, മൂപ്പർക്കൊരു പ്രയാസം വരണ്ട എന്ന് കരുതിയിട്ടാണ് ഹൈദരലി തങ്ങളുടെ സമീപത്ത് പോയതുപോലും ഇവർ അപേക്ഷ നൽകിയപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്തത്. പിന്നെ ഇവർ പറഞ്ഞ പ്രസംഗം നടത്തിയത് അതും ഉസ്താദിനെ കൊണ്ടും ഇവരെ കൊണ്ടും ചെയ്യിപ്പിച്ചതാണ്. ഞങ്ങളങ്ങനെ ഒരു പ്രസംഗത്തിന് വേറെ പ്രസംഗം നടത്തുന്നോലല്ല ഞങ്ങൾ തെളിയിച്ചില്ലേ. 2013 മുതൽ 2025 വരെ നീണ്ട 13 വർഷം ഞങ്ങൾ ശൈഖുനയുടെ നേതൃത്വത്തിൽ അസ്ഹാബുൽ വക്തുകളായ മഹാന്മാരെ നേതൃത്വത്തിൽ വാഴ്ന്നു പറയുന്നുണ്ട്. ഒരു ഹറഫ് ഞങ്ങൾ മാറ്റിയിട്ടില്ല. അന്നുള്ള പല തെറ്റിദ്ധാരണകൾ പിന്നീട് തിരുത്തിയിട്ടുണ്ട്. അപ്പൊ നാടുകടത്തലും തടവറയും ഭീഷണിയും ഇങ്ങനെയുള്ള സർവ്വ തോന്നിവാസവും ചെയ്ത് ഞങ്ങളെ മൂലക്കാക്കാമെന്നാണ് ഈ AP വിഭാഗത്തിൻ്റെ ക്രൂരതകൾ ഞങ്ങൾക്കെതിരിൽ വന്നിട്ടുള്ളത്. പാണക്കാട് തങ്ങൾ അന്നും ഇന്നും ഞങ്ങൾക്ക് അതേ ഇഷ്ടമാണ്. തങ്ങൾ പിന്നെ എന്നെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ഐതൽ തങ്ങൾ തന്നെ എന്നോട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ അന്ന് തന്നെ സംസാരിച്ചു. മോൻ വരാത്തതിൻ്റെ പേരിൽ നമുക്ക് ഒരു വിഷമവും ഇല്ലട്ടോ, കാരണം എന്തെങ്കിലും പ്രതിസന്ധി വന്നിട്ടുണ്ടാകും. തങ്ങളങ്ങനെ അതാ. അല്ലെങ്കിൽ ഇപ്പോൾ EK ഭാഗത്തിൽ ഞാൻ വരാറിന് ഞാൻ പോരാത്തതുകൊണ്ട് ഒറ്റ തെറിയും നമുക്ക് വന്നില്ലല്ലോ. ബല സംഘടനയിൽ നിന്ന് പോന്നപ്പോൾ ഒരു തെറിയും വരാത്തില്ല. എന്താ വ്യത്യാസം എന്നാ ഞാൻ രണ്ടും അനുഭവിച്ചതാണ്. തെറി പറയാനൊക്കെ വരെ പോലെ ആരാ ഉള്ളത് ഈ ഭൂലോകത്ത്? ഗുണ്ടായുസം കളിക്കാൻ. എന്നിട്ട് ഇന്ന് ഒരുത്ത മെസ്സേജ് ഇടാ, പറയാ AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ മിണ്ടാൻ പാടില്ല, കൂടുതൽ മിണ്ടിയാൽ നിങ്ങളെ ശൈഖുനക്ക് റോട്ടിലിറങ്ങി നടക്കാൻ പറ്റൂല. റോഡിന്റെ തറവാടാണോ ഇത്? കേരളമാണ്, താലിബാനല്ല. ഇന്ത്യ രാജ്യത്തിന്റെ നിയമം ഞങ്ങൾക്കറിയാം, കേരളത്തിന്റെ നിയമം ഞങ്ങൾക്കറിയാം. നിയമപരമായി ജീവിക്കുന്ന ഞങ്ങളെ സത്യം വിളിച്ചു പറയുമ്പോൾ തടയാമെന്ന് ഏതെങ്കിലും ഒരുത്തൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവൻ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ശൈഖുനെ വൈതാട് നിങ്ങളോ നടക്കുമല്ലോ ഇവിടെ. എന്തൊക്കെയാണ് നിങ്ങളെ ഗുണ്ടായുസം? ഹംസാജിനോട് മറ്റേ വല്യൂപ്പര് പറഞ്ഞ വാക്കാ, ഇനി എങ്ങാലും ആ സ്ഥാപനം പറഞ്ഞു വന്നാൽ കുട്ടികളെ വിട്ട് കയ്യും കാലും ഞാൻ അടിച്ചു പൊളിക്കുന്നു. അബൂബക്കർ പറഞ്ഞ വാക്കാ. ജയിലിൽ നിന്ന് മോചിപ്പിച്ച് ഒരുപാട് ആളെ ജയിലിൽ ഇട്ടിട്ടായി വർത്താനം പറയുന്നത്.